നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ വണ്ടിയുടെ സ്റ്റോക്ക് മോണോഷോക്കിനെ ആൾട്ടർ ചെയ്ത് ലിങ്ക്ഡ് ടൈപ്പ് സസ്പെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. നിങ്ങളെ MT ഹിമാലയനിലൊക്കെ ആ ഒരു ടൈപ്പ് സസ്പെൻഷൻ കണ്ടാണ്. നോർമൽ സസ്പെൻഷൻ ആണെങ്കിൽ ഇമ്പാക്ട് ഇടുന്നത് ഈ ഒരു രീതിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ലിങ്കേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ സസ്പെൻഷൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവും. ബട്ട് ഈ ഒരു കേസിൽ ഇത് ആൾട്ടർ ചെയ്ത് അഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ച ഔട്ട്കം എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പോൾ MT കാര്യത്തിലൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്തെങ്കിലും റിപ്പയറിനൊക്കെ അത് അയച്ചിട്ട് തിരിച്ചിടാൻ നേരത്ത് ആ ഒരു ലിങ്കേജിൻ്റെ ആംഗിൾ ചെറിയ രീതിക്ക് വ്യത്യാസം വരുത്തി ഇട്ടാൽ പോലും സസ്പെൻഷൻ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ആവില്ല. ഇതൊക്കെ എനിക്കെങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ വണ്ടിയിൽ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി എക്സ്പൾസിൻ്റെ ഷോക്കാണ് ഇപ്പോൾ കയറ്റി വെച്ചേക്കുന്നത്. കുറച്ച് വണ്ടിയുടെ ഹൈറ്റ് കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് സസ്പെൻഷൻ സോഫ്റ്റും അങ്ങനെ ഏതൊരു ഗുണവും എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു സസ്പെൻഷൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു മോണോഷോക്ക് മൗണ്ട് ചെയ്യുന്ന ആംഗിൾ, സിംഗാമിൻ്റെ ലെന്ത്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിന് അഫക്റ്റ് ചെയ്യും. നമ്മൾ ഒറ്റ ട്രൈ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഔട്ട്കം കിട്ടണമെന്നില്ല. ബട്ട് ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ ആൻഡ് ട്രൈ ഹാർഡ്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് ആ ഒരു പരിപാടി അങ്ങ് നിർത്തി വെച്ച് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റും ഇല്ലായിരുന്നു. പിന്നെ എന്നെ ഒരാളത് മെൻഷൻ അടിച്ചു. അപ്പോൾ മെൻഷൻ അടിച്ച സ്ഥിതിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബൈ ബൈ.